എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു വ്ളോഗൊന്നും അല്ല. ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നതാണ്. അപ്പോ എന്താ പറയാ, അപ്പൊ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പുറത്ത് ഔട്ടിംഗ് ആണ്. അപ്പൊ ഞങ്ങളത് ചെറുതായിട്ടൊരു വ്ളോഗായിട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഒരുപാട് ക്രൗഡായിട്ടുള്ള സ്ഥലത്തേക്കൊന്നും അല്ല പോകുന്നത്. ഹസ്ബൻഡ് കൊണ്ടുവന്ന് മുമ്പത്തെ കമ്പനിക്കാണ്. അതും ഒരുപാട് ഞങ്ങൾ നിർബന്ധിച്ചപ്പോ, ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിർബന്ധിച്ചപ്പോ കൊണ്ടുവന്നതാണ്. കമ്പനിക്ക് എന്തോ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ അവിടെ അടുത്തൊരു ബീച്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെ പോകാൻ. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്നതൊരു ചെറിയൊരു വ്ളോഗായിട്ട് നമുക്ക് കാണാം. വേറൊരു കാര്യം എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞൊരു Q&A വീഡിയോ എന്ന് പറഞ്ഞിട്ടൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോഴും ഒരുപാട് പേർക്ക് സംശയമാണ് ജമോളജി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചും അതിൻ്റെ ഫീസിനെ കുറിച്ചും അതിൻ്റെ ജോലി സാധ്യതകളൊക്കെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട്. ഞാൻ ആദ്യം കുറച്ച് പേർക്കുള്ളൊരു സംശയത്തിന് അടിസ്ഥാനമായിട്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ഒരുപാട് പേർക്ക് വളരെ ഡൗട്ടായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ IGJ മലപ്പുറം എന്നടിച്ചിട്ടുണ്ടെങ്കിൽ ആ കോളേജിനെ കുറിച്ച് കിട്ടും. ആ കോളേജിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൽ അവരുടെ മെയിൽ ID, ഫോൺ നമ്പർ, കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളതിൽ ഡയറക്റ്റായിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. വളരെ സൈലൻ്റ് ആൻഡ് കാമായിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ്. എന്നാൽ ഇരിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ശരിക്കുള്ളൊരു ബീച്ചല്ല ഇത്. വലിയ ബീച്ചുകൾ പോലുള്ള ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടോ. ബീച്ചിലേക്ക് എങ്ങനെ വരിക എന്ന് വെച്ചാൽ, ജബൽ അലി വന്നിട്ട് ഗേറ്റ് 8 അതെടുത്ത് അവിടെ നിന്ന് എക്സിറ്റ് എടുക്കുക. 3ാമത്തെ എക്സിറ്റാണ്. പിന്നെ അവിടെ GA റിസോർട്ട് എന്ന് പറയുന്നൊരു റിസോർട്ടുണ്ട്. അത് ലാൻഡ്മാർക്കായിട്ട് വരിക. പിന്നെ അവിടെ നേരെ വരുന്നത് ഇവിടെയാണ്, ബീച്ചിലേക്കാണ്.
ഇവിടെ ആണെങ്കിൽ ഇതൊരു സൈലൻറ്റ് ബീച്ചാണ് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള ഏരിയ സ്ഥലങ്ങൾ അങ്ങനെയൊന്നുമില്ല. കുറച്ച് നേരം ഇരിക്കാൻ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നമ്മളൊരു 4 മണിയോട് കൂടിയ സമയത്താണ് വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൺസെറ്റിൻ്റെ സമയത്ത് വരാം. അപ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടും. ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 3-4 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നിറയെ ആളുകളുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. ഇവിടെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഇടയ്ക്ക് പോലീസൊക്കെ ഒന്ന് വന്ന് റൗണ്ട് അപ്പ് ചെയ്ത് പോവും, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ബീച്ചിലൊക്കെ വന്നു. ബീച്ചിൽ നിന്ന് തിരിച്ച് പോരണ ഒരു സമയമാണ്. നമ്മൾ വിചാരിച്ചു ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ക്രൗഡില്ലാത്ത ഏരിയയ്ക്ക് വന്നിട്ട് എന്തായാലും ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. നല്ലൊരു ഈവനിങ് ആയിരുന്നു. കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുക, പുറത്ത് നല്ല ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അമ്മിക്കുട്ടി വാശി പിടിക്കാൻ തുടങ്ങി. ഇവിടെ ആളുകളൊക്കെ നായ്ക്കുട്ടികളൊക്കെ ഉണ്ട് ബീച്ചിൻ്റെ സൈഡിൽ. ഞങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങി. ഹായ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. പുറത്തൊക്കെ പോയിട്ട് വരുന്ന ഇപ്പോൾ സമയം ഇവിടെ ഏകദേശം ഒരു 10:58 ആയിട്ടുണ്ട് സമയം. നമ്മൾ ഇറങ്ങിയത് തന്നെ വൈകിട്ടായിരുന്നു. ഒരു 4:30 കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇറങ്ങിയത്. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണ് പുറത്ത്. അപ്പം മോളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒന്ന് ചൂടാറി കുറച്ച് ഒരു തണുപ്പൊക്കെ ഉള്ള സമയത്ത് പോകാമെന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു. എന്തായാലും നല്ലൊരു വൈബായിരുന്നു. ഒരുപാട് ആളുകളൊന്നുമില്ല, എന്നാൽ ആളുകളും ഉണ്ട്. അതായത് ഒരു ബീച്ചായിട്ടൊന്നും നമുക്കത് പറയാൻ പറ്റില്ല. വലിയൊരു ബീച്ചിൻ്റെ ഒരു ഇതൊന്നുമല്ല. ഒരു കടൽ ഇറക്കിയെടുത്തിട്ടുള്ള ഒരു ഏരിയയാണത് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നമുക്ക് എന്ത് തന്നെ നമ്മുടെ ഫീലിങ്സും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അങ്ങനെയാണ് എനിക്കത് കണ്ടിട്ട് ഫീൽ ചെയ്തത്. കാരണം വിഷമമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നിരിക്കാം, സന്തോഷം ഉണ്ടെങ്കിൽ അവിടെ ചെന്നിരിക്കാം, അപ്പോൾ കപ്പിൾസിനാണെങ്കിൽ ചെന്നിരിക്കാം. അങ്ങനെ എന്ത് തരം ഫീലിങ്സും നമുക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ, ഒരു കടലിൻ്റെ ആ ഒരു ഏരിയ. അടിപൊളി ഒരു ഏരിയ ആയിരുന്നു. എന്തായാലും അവിടെ പോയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു. കുറേ ആളുകളെയൊക്കെ കണ്ടു. അവിടുത്തെ ഡ്രൈവിങ്ങും കാര്യങ്ങളും ബോട്ട് ഡ്രൈവിങ്ങും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ മോളെ ഞാൻ ഒരുപാട് മണ്ണിലൊന്നും ഇറക്കിയിട്ടില്ല. ഇപ്പോൾ ഈ കൊറോണയുടെ സീസൺ ആയതുകൊണ്ടും എന്തോ ഒരു പേടി, അതുകൊണ്ട് നമ്മൾ ഇറക്കിയില്ല. പിന്നെ ക്യാമ്പിലായിരുന്നു അവർ. അപ്പോൾ ഈ കൊറോണയുടെ ഈ ഒരു പ്രശ്നം കാരണം അവരെയൊക്കെ ഏട്ടൻ്റെ കമ്പനിയിട്ട് എല്ലാവരെയും വില്ലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ വില്ല ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ കയറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. വരുന്ന വഴിക്ക് മോളെ ഉറങ്ങിപ്പോയി വണ്ടിയിലിരുന്നിട്ട്. അപ്പോൾ നൈറ്റ് ആ വരുന്ന വ്യൂ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ മോള് കയ്യിൽ കിടന്നിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ നിന്ന് ഇറക്കി സീറ്റിലേക്ക് വെച്ച് അവൾ ചിലപ്പോൾ ഉണർന്നാൽ പിന്നെ ഭയങ്കര കുറുമ്പായിരിക്കും. അപ്പോൾ പിന്നെ ഞാനത് ഒരു റിസ്കിന് നിന്നില്ല. കരച്ചിലൊരു വലിയൊരു പ്രശ്നമായതുകൊണ്ട് ഞാനൊരു റിസ്കിന് നിന്നില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വൈകി തിരിച്ചെത്തി. മോള് കിടന്നുറങ്ങി. പിന്നെ ഏട്ടൻ്റെ കമ്പനി ഇരിക്കുന്നു പറഞ്ഞാൽ ഫോൺ അലൗഡല്ല. ഏട്ടൻ വർക്ക് ചെയ്യുന്നത് ജബൽ അലി സ്റ്റാർ എനർജി ഓയിൽ ടാങ്കിങ്ങിലാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഓയിൽ കമ്പനിയൊക്കെ ആകുമ്പോൾ അവിടെ ഫോണ് അലൗഡല്ല. അപ്പോൾ പിന്നെ എനിക്ക് അവിടെയൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതൊരു വലിയൊരു വ്ളോഗൊന്നുമല്ല, കുഞ്ഞൊരു ഔട്ടിങ്. അത് ഞങ്ങൾ ചെറുതായിട്ടൊരു വ്ളോഗായിട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ചിൽ ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാൻ ഒരു പേടിയുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ UAE എന്ന് പറഞ്ഞാൽ റൂൾസ് ഭയങ്കരമാണ്. അപ്പോൾ ഒരാളുടെ അനുവാദം ഇല്ലാതെയൊക്കെ നമ്മൾ അവരുടെ പിക്ചർ എടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നെങ്കിൽ അതൊരു ഭയങ്കര പ്രശ്നം. പ്രത്യേകിച്ചൊരു കടലിൻ്റെ ഏരിയയൊക്കെ ആണെങ്കിൽ ആളുകൾ ബാത്തിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോൾ പിന്നീട് അതൊരു പ്രശ്നമായാലോ എന്നുള്ള ചെറിയൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് സൂം ചെയ്തിട്ടൊന്നും ഇങ്ങനെ എടുത്ത് കാണിക്കാതെയൊക്കെ ഇരുന്നത്. എന്തായാലും ഫസ്റ്റ് വീഡിയോ ആണ്. പതുക്കെ ഞങ്ങൾ ശരിയാക്കുന്നതായിരിക്കും. ഇപ്പോൾ കൊറോണയുടെ ഈ ഒരു പ്രശ്നം കാരണമാണ് പുറത്തൊന്നും പോയിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാത്തത്. എങ്കിലും ഇങ്ങനെ അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല
നല്ല സീനൊക്കെ ഉള്ള എന്താ പറയുക, നല്ല മനസ്സിന് സന്തോഷം തരുന്ന കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഓരോരോ സ്റ്റേജായിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെന്താ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ല ക്ഷീണമുണ്ട്.